ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഭയിലായിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുമക്കൾക്കും സഭയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കും സൂമാപ്പിലൂടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ടും ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നതിനായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നമുക്കിന്ന് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-2 തിരുവചനം. എബ്രായർ 4:1-2. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. മതി. ഈ വചനത്തിൽ തന്നെ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റും. ഒരു വ്യാഖ്യാനവും കൂടാതെ തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുകയാണ്. പക്ഷെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നമ്മിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കാണപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു. ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഭയപ്പെടണം. അങ്ങനെയെങ്കിൽ അവർക്ക് എന്ന് പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ അവർക്ക് കേട്ട ആ ദൈവവചനം അല്ലെങ്കിൽ അവർ കേട്ട ആ വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്തായിരുന്നു അതിന്റെ കാരണമെന്ന് അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് കാരണം? അവർ വിശ്വസിച്ചില്ല. കേൾവിയിൽ ലഭിച്ച ദൈവവചനം അവരുടെ വിശ്വാസമായി അവർ കൂട്ടിച്ചേർത്തില്ല. 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ പകുതി ഒന്ന് വായിച്ച. ആദ്യത്തെ പകുതി: എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. നാം യഥാർത്ഥമായി ആ വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചവരാണ്. ക്രിസ്തുവിന്റെ രക്ഷാകരമായ സന്ദേശത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ്, അനുസരിക്കുന്നവർ മാത്രമാണ് ആ ആത്മീയ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. നമ്മുടെ പാപങ്ങളെയും ശാപങ്ങളെയും എല്ലാം അവൻ വഹിച്ചു. എന്നിട്ട് നമ്മുടെ പാപങ്ങളാൽ ക്ഷമിച്ചു, അവൻ വഹിച്ചു. പക്ഷെ നമുക്ക് ആ പാപങ്ങൾ നമ്മളെ ക്ഷമിച്ചു തന്നു എന്ന് നാം പറയുമ്പോൾ, നാം വിശ്വസിക്കുമ്പോൾ, നാം അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? പൂർണ്ണമായി അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൽ മരിക്കണം എന്ന് തന്നെയാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നാം ഈ ഭൂമിയിൽ ഒരു തീർത്ഥാടകരെ പോലെയാണ് ജീവിക്കുന്നത്, ഒരു പരദേശിയെ പോലെ. നമുക്കറിയാം ഈ ദുഷ്ടലോകത്തിൽ നാം നീങ്ങുന്നത് എങ്ങനെയാണെന്ന്. ലോകത്തിന്റെ കുത്തൊഴുക്ക് എവിടേക്കാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എങ്കിലും നാം ആ കുത്തൊഴുക്കിൽ കൂടെ തന്നെയാണോ നാം ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്?
നാം ഈ സ്വസ്ഥതയിൽ എങ്ങനെയാണ് നാം ആയിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ദൈവവചന ഭാഗമൊന്ന് നമുക്ക് തുടർന്ന് വായിക്കാം. ഹെബ്രായർ 4:6 വായിച്ചേ. എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട്. ഇനിയും ചിലർ പ്രവേശിക്കാനുണ്ട്. മുമ്പ് സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല. അപ്പൊ മുമ്പും അനുസരണക്കേട് മൂലം പ്രവേശിക്കാത്തവർ ഉണ്ട് എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട്, എന്നാൽ മുമ്പോ സുവിശേഷം ശ്രവിച്ചവരായ അവർ അനുസരണക്കേട് മൂലം അതിൽ പ്രവേശിച്ചില്ല. എന്നാൽ അനുസരിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിത്യമായ ഒരു സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നത്? നമ്മുടെ അധ്വാനങ്ങളിൽ നിന്നെല്ലാം, കഷ്ടങ്ങളിൽ നിന്നെല്ലാം, പീഡകളിൽ നിന്നെല്ലാം നാം സ്വസ്ഥരാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അത് വെളിപാട് 14:13 നമ്മളൊന്ന് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. വെളിപാട് 14:13. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. ഒരു സ്വരം ഞാൻ കേട്ടു. എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവർത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു. ഈ സ്വരം നമ്മുടെ ഹൃദയത്തിനകത്ത് നാം കേൾക്കുന്നുണ്ടോ? ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു. അതെന്താണ് പറഞ്ഞത്? എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്നവർ അനുഗ്രഹീതരാണ്. നാം ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നാം ആരായി തീരും? കർത്താവിൽ മരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതിയിൽ നാം തുടർന്ന് ജീവിക്കുകയാണെങ്കിൽ നാം കർത്താവിലാണോ മരിക്കുക? നാം ഇപ്പോഴും എപ്പോഴും എന്റെ അനുസരണക്കേടിലായിരിക്കുന്നതിന്റെ കാരണം നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നാം എപ്പോഴും ഈ അനുസരണക്കേടിൽ നാം തുടർന്നു പോകുന്ന സാഹചര്യത്തെ കുറിച്ച്, ഈ അനുസരണക്കേടിൽ നാം ജീവിക്കുന്നതിനെ കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവവചനം ഇങ്ങനെ പറയുന്നു. എന്താണ് നമ്മൾ ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നോക്കാം. പഴയ സത്യവേദ പുസ്തകം ഒന്ന് വായിക്കുകയാണെങ്കിൽ നന്നായി. എബ്രായർ 4:11. എബ്രായർ 4:11. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിന് നാം ഉത്സാഹം ഇല്ലാത്തവരായി തുടർന്ന് ജീവിക്കുമ്പോൾ ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, നാം അനുസരണക്കേടിൽ ചെന്നു വീഴും. അനുസരണക്കേട് ചെന്ന് വീഴും. അപ്പൊ നമ്മുടെ ഉത്സാഹം എന്താണ്? നാം എന്തിനാണ് ഉത്സാഹിക്കുന്നത്? നമ്മുടെ ജീവിതം തന്നെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്സാഹമെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവവചനം പറയുന്നു, ഈ ഉത്സാഹം തന്റെ സ്വസ്ഥതയിലേക്ക് വേണ്ടിയുള്ള ഉത്സാഹം അല്ലെങ്കിൽ അവൻ അനുസരണക്കേടിൽ ചെന്ന് വീഴും. അപ്പൊ നാം ഉത്സാഹിക്കുന്നവരല്ല, അത് തന്നെയല്ലേ അർത്ഥം? നാം അനുസരണക്കേടിൽ ഇപ്പോഴും തുടരുകയാണെങ്കിൽ നാം ഉത്സാഹിക്കുന്നവരല്ല. അപ്പോൾ നാം അനുസരണക്കേടിലാണ് എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുമോ? തിരിച്ചറിയാൻ സാധിക്കുകയില്ല. നമുക്ക് നമ്മുടെ സഹോദരങ്ങളിൽ തന്നെ നമുക്ക്
കണ്ണിൽ പൊടിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും, ഇല്ലേ? നാം അനുസരണക്കേടിൽ അല്ല എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമുക്ക് കപടമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാതെ, നമ്മെ തന്നെ ഒന്ന് തിരുത്താതെ നാം നമ്മിൽ തന്നെ ജീവിച്ചു പോവുകയാണെങ്കിൽ പിന്നെ നമ്മോട് ആരാണ് സംസാരിക്കുക? നമ്മിൽ കയറി കൂടിയിരിക്കുന്നവൻ നമ്മോട് സംസാരിക്കും. അത് നാം കേട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. കാരണം ഞാൻ മാന്യനാണെന്നും ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്നും ഒരു ബോധ്യം നമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം നാം അനുസരണക്കേടിലാണല്ലോ. അനുസരണക്കേടിലാണെങ്കിൽ അനുസരണക്കേടിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ആരുടെയാണ് എന്ന് നമുക്കറിയാം, അല്ലേ? അവൻ നമ്മെ ഫോക്കസ് ചെയ്ത് വെക്കും. എന്താണ്? മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്താൻ വേണ്ടി അവൻ നമ്മെ ഫോക്കസ് ചെയ്ത് നമ്മെ തിരിച്ചു വെക്കും. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് ആർ എന്നത് നിർണയിക്കുന്നത് ദൈവവചനമാണ്. ആ ദൈവവചനം നമുക്കൊന്ന് വായിക്കാം. ഹെബ്രായർ 4:12 വായിച്ചേ. ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. മനസ്സിലായോ? വിവേചിക്കുന്നതുമാണ്. ആ ദൈവവചനം നമ്മിൽ കടന്നു വന്നിട്ടുണ്ടോ? കടന്നു വന്ന ദൈവവചനം നമ്മെ കീറി മുറിച്ചിട്ടുണ്ടോ? എന്താണ് ദൈവവചനം നമ്മെ കീറി മുറിക്കുന്നത്? നമ്മുടെ വിചാരങ്ങളും ലക്ഷ്യങ്ങളും ആത്മീയമാണോ അതോ ജഡികമാണോ? അതിനാണ് നമ്മുടെ അന്തരംഗം വരെ കീറി മുറിച്ച് ആ ദൈവവചനം നമ്മെ മുറിക്കുന്നത്. അത് കീറി മുറിക്കുന്ന ഒരു ഇരുതല വായുള്ള വാളാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ നിത്യമരണത്തിലേക്ക് നമ്മെ ന്യായം വിധിക്കുന്നതിനോ ആണ് നമ്മെ ഈ ദൈവവചനം കീറി മുറിക്കുന്നത്. ആ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് കടക്കുമ്പോൾ നമ്മിൽ കുത്തുകൊള്ളൂ, ഇല്ലേ? ആ കുത്ത് നമുക്ക് ഏൽക്കുന്നുണ്ടോ? ആ കുത്ത് നമ്മളെ ഏൽക്കുന്നുണ്ടെങ്കിൽ നമ്മിലേക്ക് ആ വചനം കടന്നു വന്നിരിക്കുന്നു എന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താം. യോഹന്നാൻ 12:48 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 12:48. എന്നാൽ എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. ആ വചനം തന്നെ അന്ത്യദിനത്തിൽ നമ്മെ വിധിക്കും. അത് നമുക്കറിയാം, അന്ത്യദിനത്തിൽ നമ്മെ വിധിക്കുമെന്നല്ല, ആ വചനം തന്നെ നമ്മെ അന്ത്യവിധിയിൽ വിധിക്കും. അതുകൊണ്ടാണ് നമുക്കൊരു മഹാപുരോഹിതനുണ്ടെന്ന് നമ്മൾ പറയുന്നത്, വചനമാകുന്ന ക്രിസ്തു. മഹാപുരോഹിതർക്ക് 2 യോഗ്യതകൾ ഉണ്ടായിരിക്കണമെന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? അത് ലേവ്യ 15:27 നമുക്ക് വായിക്കുകയാണെങ്കിൽ 27, 28, 29 വായിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് അവിടെ കാണാൻ പറ്റും. മഹാപുരോഹിതന്മാർക്ക് 2 യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ലേവ്യ 15:27, 28, 29. ഇവ സ്പർശിക്കുന്നവൻ അശുദ്ധനായിരിക്കും, അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. ലേവ്യ 15:27, 28, 29. 15 അല്ലേ? 27, 15:27, 28, 29. ഇവ സ്പർശിക്കുന്നവൻ അശുദ്ധനായിരിക്കും. അപ്പൊ എന്താ 16 തെറ്റ് പറ്റിയിട്ടുണ്ട്.
രണ്ട് ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ആ ദൈവവചനത്തിൽ നമ്മൾ എഴുതി ചേർത്തിരിക്കുന്നത്. മനസ്സലിവും ക്ഷമയും ശാന്തതയും ഉള്ളവനായി അറിവില്ലാത്തവരും മനഃപൂർവ്വമല്ലാതെ പാപം ചെയ്യുന്നവരും ബലഹീനരുമായവരോട് സഹതാപം ഉള്ളവർ ആയിരിക്കണം. ഒന്ന്. രണ്ട്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായിരിക്കണം. ഈ രണ്ട് യോഗ്യതയും തികഞ്ഞവനാണ് ക്രിസ്തു. അപ്പൊ ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തെ വിശ്വസ്തയോടെ അനുസരിക്കുന്നത് നിമിത്തമുള്ള കഷ്ടതയും അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയും എന്താണെന്ന് യേശു അനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. അനുഭവത്തിലൂടെയാണ് അവൻ നമ്മെ പഠിപ്പിച്ചത്. എങ്ങനെയാണ് പഠിപ്പിച്ചത്? നമുക്ക് ഫിലിപ്പി 2:8 നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പി 2:8. ഫിലിപ്പി 2:8. മനുഷ്യരൂപത്തിലായിരുന്നു, മരണം വരെ, അതെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അവ അനുസരണമുള്ളവനായിരുന്നു. അവൻ മനുഷ്യരൂപത്തിലായിരുന്നു. പക്ഷെ തന്നെ തന്നെ താഴ്ത്തിയവൻ കുരിശു മരണത്തോളം താഴ്മയുള്ളവനായിരുന്നു, അനുസരണമുള്ളവനായിരുന്നു. ഒരു താഴ്മ നമ്മിലുണ്ടോ? താഴ്മ ഉണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുക? എന്തെങ്കിലും സംസാരത്തില് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, താഴ്മയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. കാരണം മറ്റുള്ളവർ നമ്മെ ഒന്ന് താഴ്ത്തി പറഞ്ഞാലോ, ഇപ്പൊ വിശ്വാസി എന്ന ലേബിളെല്ലാം നമ്മിൽ നിന്ന് മാറിപ്പോകും, ഭാഷകളെല്ലാം മാറും, അല്ലേ? പക്ഷെ ഈ താഴ്മയൊന്നും ഇനി പഠിപ്പിക്കാൻ ആരെങ്കിലും ലോകത്തിലേക്ക് വേറെ വരുമോ? ക്രിസ്തു നമ്മെ താഴ്മയുള്ളവനായി നമുക്ക് കാണിച്ചു തന്നു, മാതൃകയുള്ളവനായി. പക്ഷെ ഈ താഴ്മയുള്ളവരാണോ നാം? ഇനി താഴ്മ പഠിപ്പിക്കാൻ ലോകത്തിലേക്ക് ഇനി ആരെങ്കിലും വരുമോ? ഇത്രയും താഴ്മയുള്ള പഠിപ്പിക്കുന്ന ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടും ഇനി താഴ്മയുള്ളവനായി വേറെ ആരെങ്കിലും ഈ ലോകത്തിലേക്ക് നമ്മെ പഠിപ്പിക്കാൻ വരുമോ? ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക്. ദൈവസന്നിധിയിൽ നാം ഭയത്തോടും വിറയലോടും കൂടെ ആയിരിക്കണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലേ? ഫിലിപ്പി 2:12 ഒന്ന് വായിച്ചേ. ഫിലിപ്പി 2:12. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ആ ഭയഭക്തി വിറയലോടുകൂടെ തന്നെയാണോ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്? സങ്കീർത്തനം 5:7 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 5:7. എന്നാൽ അവിടുത്തെ കാരുണ്യാതിരേകത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും. ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും. പക്ഷെ നാം ഇപ്പോഴും ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോഴും നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ നമുക്ക് എപ്പോഴേലും സമയം നാം കണ്ടെത്താറുണ്ടോ? എപ്പോഴും നമ്മെ ഒന്ന് ശോധന ചെയ്യാനുള്ള ഒരു സമയം നാം എപ്പോഴെങ്കിലും കണ്ടെത്താറുണ്ടോ? അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും ദൈവ സ്വഭാവത്തിൽ ആയിരിക്കും, ദൈവിക സ്വഭാവം നമ്മിൽ ഉണ്ടായിരിക്കും.
നാം ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ചിന്തയും പ്രവൃത്തികളും എവിടെയാണ് നാം കാണുന്നത്? നാം നമ്മെ തന്നെ ശോധന ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ദൈവത്തിന് നമ്മെ ശോധന ചെയ്യേണ്ട ആവശ്യം വരുമോ? നമ്മെ നമ്മുടെ രക്ഷയ്ക്ക് യോഗ്യനാക്കി തീർത്ത ക്രിസ്തുവിനെയാണോ നാം നോക്കുന്നത്? ക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം നമ്മിൽ ഉണ്ടായിരിക്കും. ആ സ്വഭാവമാണോ നമ്മിൽ നിന്ന് ഉത്ഭവിക്കുന്നത്, നമ്മിൽ കാണപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ നാം ക്രിസ്തുവിനെ നോക്കി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നാം കപടമല്ലേ, കാപട്യമല്ലേ പറയുന്നത്? നമ്മെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാണ്, നാമും വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതമെല്ലാം കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തു വരാറായി, പക്ഷെ നാം പോകാറായി എന്നാണ് നമ്മുടെ ധാരണ. കാലം എൻ്റെ അന്ത്യത്തോട് അടുത്തിരിക്കുന്നു സഹോദരങ്ങളെ. നാം ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇനിയും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, അനുസരണം വരുത്തേണ്ടതുണ്ട്. അന്ത്യത്തോട് അടുക്കുമ്പോൾ ഇതെല്ലാം മാറിപ്പോകുമെന്ന് ദൈവവചനം പറയുന്നു. തണുത്തു പോകും. ആ തണുപ്പ് നമ്മെ ബാധിച്ചിട്ടുണ്ടോ? ആ തണുപ്പിലാണോ നാം ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമുക്ക് അനുസരണം പഠിക്കാം, താഴ്മ പഠിക്കാം. ഇനിയുമുള്ള ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരോട് നന്മയിൽ പെരുമാറാൻ പഠിക്കാം. ദൈവത്തിന്റെ സ്വഭാവത്തിലായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ നല്ല വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഇന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ.